ഹായ് മക്കൾസ്, വെൽക്കം ടു എജു ഫുഡ്. എല്ലാ മക്കൾക്ക് എജു ഫുഡിൽ ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, ഈ ചാപ്റ്ററിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം എന്നുള്ള ചാപ്റ്ററിൽ എന്തായാലും ചോദിക്കുമെന്നുള്ള ഇത് പഠിച്ചു പോയാൽ നിങ്ങൾക്കൊരിക്കലും നഷ്ടമാവില്ല. നമ്മൾ പറയാമല്ലോ ചിലത് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ, എന്നാൽ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 1-2 മാർക്കല്ല 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് കുറേ പഠിക്കാനുണ്ടാവോ സാറേ 4 മാർക്ക് കിട്ടുമ്പോൾ? ഇല്ലടാ, ആകെ 4 ചെറിയ പോയിന്റുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഒബ്ജക്റ്റീവ്സ് എന്തിൻ്റെ? ഈ എക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം. അതാണല്ലോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഈ സാമ്പത്തിക ആസൂത്രണം നടത്തുന്നതിന് എന്തായിരുന്നു സാമ്പത്തിക ആസൂത്രണം? എന്തുണ്ടെങ്കിലും ഒരു പ്ലാനിങ് വേണ്ടേ? ഒരു ടൂർ പോകണമെങ്കിൽ ഒരു പ്ലാനിങ് വേണം, ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ ഒരു പ്ലാനിങ് വേണം, ഒരു ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ഒരു പ്ലാനിങ് വേണം. എല്ലാത്തിനും പ്ലാനിങ് ഇല്ലെങ്കിൽ എന്തായിരിക്കും? റെഡിയാവോ? ഇല്ല. എപ്പോഴും ഫുട്ബോൾ കളിയിലൊക്കെ ഒരു കോച്ച് ഉണ്ടാവുന്ന കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ആ കോച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ മേലെ കിടുന്നൊക്കെ കണ്ടിട്ടില്ല? ഭയങ്കര ആഹ്ലാദ പ്രകടനമൊക്കെ. എന്തിനാണ്? ആ കോച്ച് ഒരു പ്ലാനിങ് നടത്തിയിരുന്നത് അല്ലേ? അതുകൊണ്ടാണ് ആ ടീം വിജയിക്കാൻ കാരണം. അപ്പോൾ എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കത്തെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത്. എന്ത് പ്ലാനിങ്? എക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. 4 പോയിന്റുകളെ ഉള്ളൂ മക്കളെ. ഒന്നാമത്താണ് ഗ്രോത്ത് ആണ്. എന്തായിരുന്നു? ഒന്നാമത്തത് ഗ്രോത്ത് ആയിരുന്നു, വളർച്ച. സാമ്പത്തിക ആസൂത്രണം നടത്തി കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? അത് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? ഗ്രോത്ത് ഉണ്ടായിരിക്കും, വളർച്ച ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. എന്താണ് ആധുനികവൽക്കരണം എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യകാലങ്ങളിൽ സ്കൂളിൽ നിന്ന് മാത്രമേ നമുക്ക് ക്ലാസ് കിട്ടിയിരുന്നുള്ളൂ. ഇങ്ങനെ ഫോണിലൂടെ, പിന്നെ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ ഫോണിലൂടെ മക്കൾ ക്ലാസ് കിട്ടാൻ, അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ മറ്റ് ടെക്നോളജി പരമായിട്ട് ക്ലാസ് കിട്ടാൻ കാരണം. അതിൻ്റെ പേരാണ് മോഡേണൈസേഷൻ. എന്ന് വെച്ചാൽ ആധുനികമായിട്ട് പുതിയ കാര്യങ്ങൾ. ആദ്യം കാള ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മളെ പാടങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൃഷിയിടങ്ങളൊക്കെ ഇങ്ങനെ ഉഴുതുമറിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെന്തായി? ട്രാക്ടറായി, പല മെഷീനറികളായി, അങ്ങനെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് പലതും വന്നു. ആ കാര്യം തന്നെയാണ് എന്ത്? മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്താണ് സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം എന്ന് പറയും. 4ാമത്തെ കാര്യമാണ് ഇക്വിറ്റി, തുല്യത. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ എക്കണോമിക് പ്ലാനിങ് കൊണ്ട് പ്രധാനമായിട്ടും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് മോഡേണൈസേഷൻ നമ്മൾ പഠിക്കേണ്ടത്? മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് മേക്കിംഗ് യൂസ് ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി. നമ്മൾ പറയില്ലേ, അവ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമെന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് വെച്ചാൽ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൊണ്ടുണ്ടാവുന്നതാണ് ഏതെന്ന് പറയുന്നത്? മോഡേണൈസേഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റുകളെ നമ്മൾ എക്സ്പ്ലനേഷൻ പറയുന്നുള്ളൂ കേട്ടോ. ഇക്വിറ്റി, എന്താണ് തുല്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തുല്യത മക്കളെ, ഇങ്ങനെ നമുക്ക് സാമ്പത്തിക ആസൂത്രണം നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? താമസ സൗകര്യം, ക്ലോത്തിങ് അല്ലെ, വസ്ത്രം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളം, അതന്നെ ശുദ്ധജലം അല്ലേ, ഫുഡ്, ഭക്ഷണം, ഹെൽത്ത് കെയർ, ആരോഗ്യം, ആ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും മക്കളെ? നമുക്ക് തുല്യമായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. കണ്ടോ, എന്തൊക്കെയാ? ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ഈ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? നീതിപൂർവമായി വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് എന്തിൻ്റെ ലക്ഷ്യം? തുല്യതയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇക്വിറ്റിയുടെ ലക്ഷ്യം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ 4 പോയിന്റുകൾ എന്ത് ചെയ്യണം മക്കൾ? നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ. 4 പോയിന്റുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. എന്തായിരുന്നു? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട 4 പോയിന്റാണ് ഗ്രോത്ത്, വളർച്ച, അതുപോലെ തന്നെ മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, സെൽഫ് റിലയൻസസ്, സ്വാശ്രയത്വം, അതുപോലെ തന്നെ ലാസ്റ്റ് വണ്ണാണ് നമ്മൾ പറയുന്ന ഇക്വിറ്റി, തുല്യത. ഇത് 4 എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലക്ഷ്യമിടുന്നത്. ഈ നമ്മളെന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തിക ആസൂത്രണം കൊണ്ട്, അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ ലക്ഷ്യങ്ങളാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. സെറ്റ് അല്ലേ? ഹാപ്പി അല്ലേ? അപ്പോൾ നമുക്ക് എന്തായിരിക്കും? കിടുക്കാച്ചി മാർക്ക് സ്കോർ ചെയ്യും. ബൈ.